ഓരോ ബന്ധവും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമാകണം. എന്നാൽ ചില ബന്ധങ്ങൾ നമ്മെ തളർത്തുകയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യും. അത്തരം ബന്ധങ്ങളാണ് ടോക്സിക് ബന്ധങ്ങൾ. ഈ വീഡിയോയിൽ ഒരു ടോക്സിക് ബന്ധം എങ്ങനെ തിരിച്ചറിയാം, അതിനെ എങ്ങനെ നേരിടാം, എപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങളൊരു ടോക്സിക് ബന്ധത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുക. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ഈ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വഴികാട്ടിയാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബന്ധം ടോക്സിക് ആണെന്ന് സൂചിപ്പിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പങ്കാളി എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളുടെ തെറ്റുകൾ മാത്രം കാണുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ നല്ല കാര്യങ്ങളെ അവർ അംഗീകരിക്കാതെ നിങ്ങളെ ചെറുതായി കാണാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു ടോക്സിക് ബന്ധമാണെന്ന് പറയാൻ സാധിക്കും. കൂടാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പമുള്ള നിങ്ങളുടെ അടുപ്പത്തിൽ അവർക്ക് അസൂയയുണ്ടോ? അവർ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളെ അവരുടെ സ്വന്തമായി മാത്രമാണോ കാണുന്നത്? ഭീഷണിപ്പെടുത്തുക, പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, നിശബ്ദത പാലിക്കുക തുടങ്ങിയ മാനസികമായ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ തകർക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും അവർ വിലമതിക്കാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ആവശ്യങ്ങളോട് അവർക്ക് താല്പര്യമില്ലേ? എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും അവരുടെ തെറ്റുകൾക്ക് പോലും നിങ്ങളെ പഴിചാരുകയും ചെയ്യുന്നുണ്ടോ? ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ലേ? അങ്ങനെയാണെങ്കിലും നിങ്ങളൊരു ടോക്സിക് ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബന്ധത്തിൽ എപ്പോഴും സംഘർഷങ്ങളും നാടകീയമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കം നൽകുന്നുണ്ടോ? അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുകയും നിങ്ങളെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവാണോ? ഇത്തരം ആളുകളെയും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സംഭാഷണത്തിന് ശേഷമോ അവരുമായി സമയം ചെലവഴിച്ചതിന് ശേഷമോ നിങ്ങൾക്ക് ക്ഷീണവും നിസ്സഹായതയും അനുഭവപ്പെടുന്നുണ്ടോ? ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ടോക്സിക് ബന്ധമാകാൻ സാധ്യതയുണ്ട്. ഒരു ടോക്സിക് ബന്ധം ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന നല്ല ഓർമ്മകളും സ്നേഹവും ഒരു നാൾ എല്ലാം പഴയതുപോലെ ആകുമെന്ന പ്രതീക്ഷയും നമ്മെ ആ ബന്ധത്തിൽ പിടിച്ചു നിർത്താൻ സാധ്യതയുണ്ട്. തുടർച്ചയായ ദുരുപയോഗം കാരണം ആത്മാഭിമാനം കുറഞ്ഞ ആളുകൾക്ക് തങ്ങളെ ആരും സ്നേഹിക്കില്ലെന്നോ ഇതിലും നല്ലതൊന്നും തങ്ങൾക്ക് അർഹതയില്ലെന്നോ തോന്നിയേക്കാം. സാമ്പത്തികമായി പങ്കാളിയെ ആശ്രയിക്കുന്നവർക്ക് ആ ബന്ധം ഉപേക്ഷിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നാം. പങ്കാളിയുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള ഭയം, ഒറ്റയ്ക്കാകുമോ എന്ന ഭയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭയം കാരണം ആളുകൾ ആ ബന്ധത്തിൽ തുടർന്നേക്കാം. ബന്ധം തകരാൻ കാരണം താനാണെന്ന ചിന്തയും കുറ്റബോധവും ചിലരെ ബന്ധത്തിൽ പിടിച്ചു നിർത്താനും ഇടയാക്കിയേക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുന്നത് തെറ്റാണെന്നുള്ള സാമൂഹികമായ ചിന്താഗതികൾ ആളുകളെ ബന്ധത്തിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചേക്കാം. ഈ കാരണങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത് ഒരു ടോക്സിക് ബന്ധത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ആദ്യ പടിയാണ്. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം എല്ലാറ്റിനും ഉപരിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു ടോക്സിക് ബന്ധം കൈകാര്യം ചെയ്യുന്നത് വളരെ വെല്ലുവിളിയാണ്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പരിധികൾ വ്യക്തമായി നിർവചിക്കുക. എന്തൊക്കെ സ്വീകാര്യമാണ്, എന്തൊക്കെ അംഗീകരിക്കാനാവില്ല എന്ന് പങ്കാളിയോട് ശാന്തമായി പറയുക. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നും വ്യക്തമാക്കുക. അവരുടെ പെരുമാറ്റം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശാന്തമായും വ്യക്തമായും അവരെ അറിയിക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രാധാന്യം നൽകുക. പങ്കാളിയുമായി മാത്രമല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. ടോക്സിക് വ്യക്തികൾ പലപ്പോഴും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. അവരുടെ പ്രകോപനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ശാന്തത പാലിക്കുകയും യുക്തിസഹമായി പ്രതികരിക്കുകയും ചെയ്യുക. ഒരു വ്യക്തി സ്വയം മാറാൻ തയ്യാറായില്ലെങ്കിൽ മറ്റൊരാൾക്ക് അവരെ മാറ്റാൻ സാധിക്കില്ല. അവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വിശ്വസ്തനായ സുഹൃത്ത്, കുടുംബാംഗം അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് എന്നിവരുമായി നിങ്ങളുടെ അവസ്ഥ പങ്കുവയ്ക്കുക. അവരുടെ ഉപദേശവും പിന്തുണയും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും. ടോക്സിക് ബന്ധം എപ്പോൾ അവസാനിപ്പിക്കണം? ചില സാഹചര്യങ്ങളിൽ ഒരു ടോക്സിക് ബന്ധം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അതിൽ നിന്ന് പിന്മാറുന്നതാണ് ഏറ്റവും നല്ല മാർഗം.
ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധം അവസാനിപ്പിക്കുകയും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറുകയും ചെയ്യുക. ഭീഷണികൾ, നിരന്തരമായ അപമാനം, ഒറ്റപ്പെടുത്തൽ തുടങ്ങിയ മാനസികമായ ഉപദ്രവങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാം. നിങ്ങൾ വ്യക്തമായി അതിരുകൾ നിശ്ചയിച്ചിട്ടും പങ്കാളി അത് ലംഘിക്കുകയും അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബന്ധത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ല. ഈ ബന്ധം കാരണം നിങ്ങൾക്ക് നിരന്തരമായ ദുഃഖം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ അവസ്ഥകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. പങ്കാളി അവരുടെ തെറ്റുകൾ അംഗീകരിക്കാനോ മാറ്റം വരുത്താനോ തയ്യാറായില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ സഹായം തേടുകയും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് താമസം മാറുകയും ചെയ്യുക. ഒരു ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് വളരെ വേദനാജനകമായേക്കാം. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. ഒരു ടോക്സിക് ബന്ധം അവസാനിപ്പിക്കുന്നത് ഒരു വലിയ ആശ്വാസമായിരിക്കാം. എന്നാൽ അതിനുശേഷം നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ സമയമെടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നന്നായി വിശ്രമിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ദുഃഖം, ദേഷ്യം, നഷ്ടബോധം തുടങ്ങിയ വികാരങ്ങൾ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. അവയെ അടിച്ചമർത്താതെ അംഗീകരിക്കുക. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് എന്നിവരുമായി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. അവരുടെ പിന്തുണയും ഉപദേശവും നിങ്ങൾക്ക് ശക്തി നൽകും. ആ ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ഒരു ഇരയാണ്. അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് സ്വയം മനസ്സിലാക്കാൻ തയ്യാറാകണം. പുതിയ ഹോബികൾ കണ്ടെത്തുക. പുതിയ ആളുകളെ പരിചയപ്പെടുക. ഇത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനും സഹായിക്കും. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയോട് ക്ഷമിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ അത് അവർ ചെയ്തതിനെ അംഗീകരിക്കുന്നതിന് തുല്യമല്ല എന്ന് ഓർക്കുക. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും പുതിയ ലക്ഷ്യങ്ങൾ വയ്ക്കുകയും ചെയ്യുക. ഒരു ടോക്സിക് ബന്ധത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു യാത്രയാണ്. ക്ഷമയും സ്വയം സ്നേഹവും നിങ്ങൾക്ക് ഈ യാത്രയിൽ കരുത്തേകും. നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും മുൻഗണന നൽകുക. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ടോക്സിക് ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കട്ടെ എന്നും സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.